ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആൻഡ് ഐ ആം യുവർ സൈബർ ഗോഡസ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഒരു ലാബ് ക്ലിയർ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? സൈബർ ഫ്ലൈറ്റ് 1 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലാബ് നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ക്രിപ്റ്റോഗ്രഫി എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റാണ്. എന്താണ് ക്രിപ്റ്റോഗ്രഫി? ഓക്കെ, അപ്പോൾ അതിന് മുൻപ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ടും വീഡിയോ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ടും ശ്രദ്ധിക്കുക. അപ്പോൾ ക്രിപ്റ്റോഗ്രഫി എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് അങ്ങനെയൊന്നുമില്ല. എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ അയക്കുന്ന ഒരു ഇൻഫോർമേഷൻ, ഞാനിപ്പം എന്താ പറയാ, ജെനിഫർ എന്ന് പറഞ്ഞത് എൻ്റെ ഒരു ഫ്രണ്ടാണ്. അപ്പോൾ അവൾക്ക് ഞാൻ എന്ത് ചെയ്യുന്നു, എൻ്റെ ഫേസ്ബുക്കിൻ്റെ ഇമെയിൽ ഐ ഡിയും പാസ്വേഡ് അയച്ചു കൊടുക്കുകയാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ nimisha@gmail.com എന്നുള്ളതാണ് എൻ്റെ ഇമെയിൽ ഐ ഡിയും 123456 എന്നുള്ളതാണ് എൻ്റെ പാസ്വേഡ്. ഓക്കെ, അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ ഇത് മെയിൽ ത്രൂവോ അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു SMS ത്രൂവോ ഞാൻ എന്ത് ചെയ്യുന്നു, ഇത് ഓൾക്ക് ഫോർവേഡ് ചെയ്യാണ്. അപ്പോൾ ഈ ഒരു മെസ്സേജ് വേറെ ആരെങ്കിലും കാണുകയാണെങ്കിൽ ഇപ്പം ഇങ്ങനെയായിരിക്കും: ഡിയർ ജെനിഫർ, ദിസ് ഈസ് മൈ ക്രെഡൻഷ്യൽസ് ഓഫ് FB എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയാണ് ഞാൻ അയക്കുന്നത്. അപ്പോൾ ഇത് മൂന്നാമതൊരാൾ കാണുകയാണെങ്കിൽ എന്താണ്, അവർക്ക് ഈസി ആയിട്ട് എൻ്റെ FBയുടെ യൂസർ നെയിം പാസ്വേഡ് ആണെന്ന് മനസ്സിലാവും. അവരത് ഓപ്പൺ ചെയ്ത് നോക്കുന്നുണ്ടായിരിക്കും, ഇല്ലേ? അപ്പോൾ ഇങ്ങനെ തേർഡ് പാർട്ടി, മൂന്നാമതൊരാൾ നമ്മളുടെ ഡീറ്റെയിൽസ് ആക്സസ് ചെയ്യുമ്പോൾ അത് അവർക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യാനായിട്ട് പാടില്ല. ഓക്കെ, അത് നമ്മുടെ സെക്യൂരിറ്റിക്ക് അല്ലെങ്കിൽ നമ്മുടെ പ്രൈവസി വയലേഷനാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്താണ്, നമുക്ക് കുറച്ചും കൂടി സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനെ പ്ലെയിൻ ടെക്സ്റ്റ് എന്നാണ് നമ്മൾ പറയാം. ഓക്കെ, നോർമലി നമ്മൾ എഴുതുന്ന ടെക്സ്റ്റിനെ പ്ലെയിൻ ടെക്സ്റ്റ് എന്ന് പറയുന്നുണ്ടായിരിക്കാം. പ്ലെയിൻ ടെക്സ്റ്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, എൻക്രിപ്റ്റ് ചെയ്യുന്നു. എൻക്രിപ്റ്റ് അല്ലെങ്കിൽ എൻകോഡ് എന്ന് വേണമെങ്കിൽ പറയാം. എൻക്രിപ്റ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, കുറച്ച് റാൻഡം ആയിട്ടുള്ള ഒരു സ്ട്രിങ്ങിലോട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ടായിരിക്കും. പ്ലെയിൻ ടെക്സ്റ്റിനെ ഹ്യൂമൻ റീഡബിൾ ഫോർമാറ്റിലോട്ട്, നോൺ ഹ്യൂമൻ റീഡബിൾ ഫോർമാറ്റിലോട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, കൺവേർട്ട് ചെയ്യുന്നുണ്ടായിരിക്കും. റീഡബിളിൻ്റെ സ്പെല്ലിംഗ് മാറിപ്പോയി. ഓക്കെ, കൺവേർട്ട് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇതാണ് എൻ്റെ മെയിൽ ഐ ഡി എങ്കിൽ ഞാൻ ഇതിനെ എൻക്രിപ്റ്റ് അല്ലെങ്കിൽ എൻകോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് സെൻഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും അതുണ്ടായിരിക്കാം. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ ഇത് നോക്കുമ്പോൾ ആൾക്കൊന്നും മനസ്സിലാവില്ല, എന്തോ എൻക്രിപ്റ്റ് ചെയ്തിട്ട് എന്തോ അയക്കുകയാണ് അല്ലെങ്കിൽ റാൻഡം ആയിട്ട് എന്തോ ഒരു സ്ട്രിങ് അയക്കുകയാണ് എന്നുള്ളതാണ് ആൾക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ പ്ലെയിൻ ടെക്സ്റ്റിനെ നോൺ ഹ്യൂമൻ റീഡബിൾ ഫോർമാറ്റിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെ നമുക്ക് എന്ത് പറയാം, ക്രിപ്റ്റോഗ്രഫി എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, എൻക്രിപ്ഷൻ, ഡീക്രിപ്ഷൻ, അതൊക്കെയാണ് ക്രിപ്റ്റോഗ്രഫിയിൽ മെയിനായിട്ട് വരുന്നുണ്ടായിരിക്കാം. ക്ലിയർ അല്ലേ? ഓക്കെ, ദെൻ ഈ ഒരു ഫോർമാറ്റിൽ നിന്ന് തിരിച്ച് പ്ലെയിൻ ടെക്സ്റ്റിലോട്ട് കൺവേർട്ട് ചെയ്യണേനെ പറയുന്നതാണ് ഡിക്രിപ്ഷൻ അല്ലെങ്കിൽ ഡീകോഡിംഗ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ എങ്ങനെ നമുക്ക് എൻകോഡ് ചെയ്യാം, എങ്ങനെ ഡീകോഡ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ മെയിനായിട്ട് നോക്കുന്നുണ്ടായിരിക്കാം. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ സൈബർ ഫ്ലൈറ്റ് 1 നോക്കിയപ്പോൾ അതിൽ ചെറുതായിട്ടൊരു എൻക്രിപ്ഷനുള്ള ഡീക്രിപ്ഷൻ്റെ കാര്യം നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു, ഇല്ലേ? അതേ സെയിം കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കുന്നതായിരിക്കും ഇന്നത്തെ ക്ലാസ്സിൽ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത് ട്രൈഹാക്മെയുടെ ക്യാപ്ചർ ദ ഫ്ലാഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലാബാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യാം, നിങ്ങൾക്കിത് ചെക്ക് ചെയ്ത് നോക്കാം. ട്രൈഹാക്മെയിൽ ആദ്യം ലോഗിൻ ചെയ്ത് കയറാം. അത് കഴിഞ്ഞിട്ട് വെയിറ്റ് ചെയ്യട്ടോ, ഞാൻ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തതാണ്, എന്നാലും സാരില്ല. നമുക്കിവിടെ എന്ത് ചെയ്യാം, അറ്റാക്ക് ബോക്സ് സ്റ്റാർട്ട് ചെയ്യാം. അല്ലെങ്കിൽ അറ്റാക്ക് ബോക്സ് ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, സാരില്ല, ഇത് മിനിമൈസ് ചെയ്യുന്നുണ്ട് തൽക്കാലം. സ്റ്റാർട്ട് ചെയ്താലും ഇല്ലെങ്കിലും കുഴപ്പമില്ല. നമ്മുടെ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എടുക്കാം. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്താ, ഇതിനെ ഡീക്രിപ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. ഇത് നമുക്ക് നേരിട്ട് വായിച്ചു നോക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും. എന്ത്, ക്യാൻ യു ക്യാപ്ചർ ദ ഫ്ലാഗ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ഇതിൽ കൊടുത്ത് നോക്കണേ എന്നുള്ളത് മനസ്സിലാവും. ഓക്കെ, ഇവിടെ ആൻസേഴ്സ് ഉണ്ട്, ഓൾറെഡി ഞാൻ ചെയ്തതിന് ആൻസേഴ്സ് ഉണ്ട്, അത് നോക്കണ്ട നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവില്ല അതൊന്നും. അപ്പോൾ ഇത് സബ്മിറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഇവിടെ സബ്മിറ്റ് കൊടുത്താൽ ആൻസർ കറക്റ്റ് ആണോ അല്ലേ എന്നുള്ളത് കാണാൻ പറ്റും. ഇനി ഇവിടെ തൊട്ട് വരാം. ഇതെന്താ, കുറേ സീറോസ് ആൻഡ് വൺസ് ആണ്. ഞാനത് കോപ്പി ചെയ്യണം. ഈ സീറോസ് ആൻഡ് വൺസിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്, ബൈനറി നമ്പേഴ്സ്, ബൈനറി. ഓക്കെ, അപ്പോൾ അത് കോപ്പി ചെയ്തിട്ട് എന്ത് ചെയ്യുക, നമ്മൾ നേരത്തെ ലാസ്റ്റ് ക്ലാസ്സിലൊരു ടൂൾ നോക്കിയിട്ടുണ്ടായിരുന്നു, cybersecurity.org എന്ന് പറഞ്ഞ വെബ്സൈറ്റ്. അതിലാണ് ഈ എൻക്രിപ്ഷൻ ഡീക്രിപ്ഷനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു സൈറ്റാണത്, ഒരു ടൂളാണത്. ഓക്കെ, അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇത് പേസ്റ്റ് ചെയ്യാം. ഇതൊക്കെ ഇപ്പോൾ എൻക്രിപ്റ്റഡ് ഫോർമാറ്റിലാണ് കേട്ടോ. അതിന് ഇനി ഡീക്രിപ്റ്റ് ചെയ്യാനാണ് നമ്മൾ പോകുന്നത്. ഓക്കെ,
അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഇതിവിടെ പേസ്റ്റ് ചെയ്തു. ഇനി ഇവിടെ ബൈനറി എന്ന് സെർച്ച് ചെയ്യാം. അപ്പോൾ ഇത് ബൈനറി അല്ല, ഇതൊക്കെ ബൈനറി അല്ല. അപ്പോൾ ബൈനറീനെ പ്ലെയിൻ ടെക്സ്റ്റിലോട്ടാണ് കൺവേർട്ട് ചെയ്യേണ്ടത്. സോ വി ഹാവ് ടു കൺവേർട്ട് ദിസ് ഫ്രം ബൈനറി ടു പ്ലെയിൻ ടെക്സ്റ്റ് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യുക, ഫ്രം ബൈനറി എന്നുള്ളത് ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്ത് തരാം. അപ്പോൾ അതെ ഈ ഒരു ഔട്ട്പുട്ട് കിട്ടി. ഇത് കോപ്പി ചെയ്യുക, ഇവിടെ വന്ന് പേസ്റ്റ് ചെയ്യാം. കറക്റ്റ് ആൻസർ. ഓക്കെ, ദെൻ അടുത്തതായിട്ടൊരു ടെക്സ്റ്റ് ഉണ്ട്, ഇത് കോപ്പി ചെയ്യുക. ലാസ്റ്റ് ഈക്വൽ ടു സിമ്പിളൊക്കെ വന്നിട്ടുണ്ട്. ഞാനതിവിടെ പേസ്റ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, ലാസ്റ്റ് ഈക്വൽ ടു സിമ്പിൾസ് വരുന്നുണ്ടെങ്കിൽ അതൊന്നെങ്കിൽ ബേസ് എൻക്രിപ്ഷൻ ആയിരിക്കും അവിടെ ഉണ്ടാവുക. അപ്പോൾ ഞാനവിടെ ഫ്രം ബേസ് എന്നുള്ളത് ഇട്ട് കൊടുക്കണം. അപ്പോൾ അവിടെ ഔട്ട്പുട്ട് ഒന്നും നമുക്ക് വന്നിട്ടില്ല. ഇനി വേറെ ഏതുള്ളത്, ബേസ് ഫ്രം ബേസ് 32 ഇട്ട് കൊടുക്കണം. അപ്പോൾ ബേസ് 32 എൻക്രിപ്ഷൻ ആണ് അവിടെ യൂസ് ചെയ്ത് നോക്കുന്നത്. ലാസ്റ്റ് ഈക്വൽ ടു സിമ്പിൾ വന്നാൽ അതൊരു ബേസ് എൻക്രിപ്ഷൻ ആണ്. ഇതൊക്കെ ഓരോ അൽഗരിതംസ് ആണ്, എൻക്രിപ്ഷന് വേണ്ടി യൂസ് ചെയ്തേക്കുന്ന ഓരോ അൽഗരിതംസ് ആണ്. പല പല ടൈപ്പ് ഓഫ് അൽഗരിതംസ് ഉണ്ട്. ഓക്കെ, ഓ ഫൈൻ. ഇനി ഇതെടുത്ത് നോക്കാം. ഇത് കോപ്പി ചെയ്യണം, ഇവിടെ നമുക്ക് പേസ്റ്റ് ചെയ്യാം. വേറെ എക്സ്ട്രാ വന്നിട്ടുണ്ട്, എനിക്ക് പേസ്റ്റ് ചെയ്തു. നമുക്ക് ബേസ് 32 തന്നെ ഒന്നുകൂടെ കൊണ്ടിട്ട് നോക്കാം. അല്ലല്ലോ, കോപ്പി ആയിട്ടില്ല, ഇതാണ്, സോറി. കൺട്രോൾ V. ഇത് ബേസ് 32 അല്ല. ഓക്കെ, അതാണ് ഇങ്ങനത്തെ വന്നു പോകുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത് തീർക്കാം. ബേസ് 32 അല്ലെങ്കിൽ ബേസ് 45 അല്ല. അടുത്ത എന്താ, ബേസ് 58, അതും അല്ല. ഇനി ബേസ് 62, അതും അല്ല. ബേസ് 64, യെസ്. അപ്പോൾ 2 ഈക്വൽ ടു സിമ്പിളാണ് വരുന്നതെങ്കിൽ ഒട്ടുമിക്കതും അത് ബേസ് 64 ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഓക്കെ ഫൈൻ. ഇവിടെ എന്താ, കുറേ നമ്പേഴ്സും നമ്പേഴ്സും ഉണ്ട്, ആൽഫബറ്റ്സും ഉണ്ട് അല്ലേ. അതിന് നമ്മൾ ഹെക്സാഡെസിമൽ എന്നാണ് പറയുന്നുണ്ടായിരിക്കുക, നമ്പേഴ്സും ആൽഫബറ്റ്സിനും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഹെക്സ് എന്നൊന്ന് ടൈപ്പ് ചെയ്ത് നോക്കിയേ. ഹെക്സ്, ഫ്രം ഹെക്സ് നോക്കാം. കണ്ടോ, ഡീക്രിപ്റ്റായി. ഇപ്പം നിങ്ങൾ ഇതിൻ്റെ മുകളിൽ കേഴ്സ് ഓവർ ഇവിടെ എക്സാമ്പിൾ കാണാൻ പറ്റും. ഇതേ സെയിം തന്നെയാണ് ഇവിടെ നോക്കിയാൽ മതി. അപ്പോൾ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തിട്ടാൽ മതി. ഓക്കെ, ഓക്കെ ഫൈൻ. ഇതെന്തായിരുന്നു, ഇത് കോപ്പി ചെയ്തിട്ട് നമുക്കിവിടെ പേസ്റ്റ് ചെയ്യാം. ഇതെന്താണെന്ന് വെച്ചാൽ റോട്ട് 13 എന്ന് പറഞ്ഞൊരു അൽഗോരിതം ഉണ്ട്. റോട്ട് 13, അതൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ റോട്ട് 13 വേണ്ട, ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ പറയണു. എന്താ, റോട്ട് 2 ആണെന്ന് വിചാരിക്കും. ഇതാണ് എക്സാമ്പിൾ. ഇപ്പം എൻ്റെ പേരെന്താ, സൈബർ ഗോഡസ്. അപ്പോൾ റോട്ട് 2 അൽഗോരിതം യൂസ് ചെയ്തിട്ട് നമ്മൾ എൻക്രിപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ 2 ആൽഫബറ്റ് നീങ്ങിയിട്ടായിരിക്കും അത് വരാം. ഇപ്പോൾ ABC കഴിഞ്ഞിട്ട് എന്താ, ABCDE ആണ് വരാം. അപ്പോൾ ഇവിടെ E വന്നു. ദെൻ ABCD Y എത്തി, Y കഴിഞ്ഞാൽ Z കഴിഞ്ഞിട്ട് A ആണ്, A വന്നു. ഓക്കെ, ഇങ്ങനെ റോട്ട് 2 എന്ന് പറയുമ്പോൾ 2 വെച്ചിട്ട് സ്കിപ്പ് ചെയ്തിട്ടായിരിക്കും ഇവിടെ ഔട്ട്പുട്ട് വരുന്നുണ്ടായിരിക്കാം. ഓക്കെ, അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഇവിടെ റോട്ട് 13 ഡ്രാഗ് ചെയ്യുന്നു. അതെ, 13 വെച്ചിട്ടാണ് വന്നത്. ക്ലിയർ അല്ലേ? ജസ്റ്റ് റൊട്ടേറ്റ് ചെയ്യുക, അത്രയേ ഉള്ളൂ. ഇനി ഇത് നമുക്ക് കോപ്പി ചെയ്യാം. ഇത് കോപ്പി ചെയ്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യണം. കോപ്പി ആയിട്ടില്ല, കോപ്പി ചെയ്തു, പേസ്റ്റ് ചെയ്തു. ഇത് റോട്ട് 13 അല്ല, അതുകൊണ്ട് ഇത് വർക്കായിട്ടില്ല. നമുക്ക് റോട്ട് 47 എടുത്ത് നോക്കാം. യെസ്, 47 ആണത്. ക്ലിയർ അല്ലേ? ഓക്കെ ഫൈൻ. ഇനി ഇവിടെ കുറച്ച് റാൻഡം കോഡ്സ് ഉണ്ട്. ഓക്കെ, ഈ കോഡ്സ് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ടെലികമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട്, അതല്ലെങ്കിൽ ഈ പറയാൻ എന്താ, മോഴ്സ് കോഡോ അങ്ങനെ എന്തോ പറയുന്നുണ്ടായിരിക്കും ഇതിന്. അപ്പോൾ ഇതിലുണ്ടോ നോക്കട്ടെ കേട്ടോ. ഫ്രം മോഴ്സ് കോഡ്, യെസ്. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് ചെയ്തു, ഡീക്രിപ്റ്റ് ചെയ്തു. ഇനി അടുത്തത് ഫുള്ള് ഡെസിമൽ നമ്പേഴ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതെന്തായിരിക്കും, ഡെസിമൽ ആയിരിക്കും. കോപ്പി ചെയ്യുമ്പോൾ ഒരു സാധനം വരുന്നുണ്ടല്ലോ കൂടെ. ഡെസിമൽ ഫ്രം ഡെസിമൽ. അപ്പോൾ ഡെസിമൽ ആണത് നോക്കുന്നത്. ഇനി പിന്നെ ഇവിടെ ഒരു ഇതുണ്ട്. ഇത് നിങ്ങൾ ഇങ്ങനെ കോപ്പി ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, അതുമായി ജസ്റ്റ് ഡബിൾ ടാപ്പ് ചെയ്താൽ മതി. അപ്പോൾ എല്ലാം സെലക്ട് ആവും. നിങ്ങളത് കോപ്പി ചെയ്യുക കേട്ടോ. Ctrl+A Ctrl+V. അപ്പോൾ എല്ലാം സെലക്ട്
ആയില്ലേ? കൺട്രോൾ എ കൺട്രോൾ ബി. ആ ലാസ്റ്റ് ഒരു ഈക്വൽ ടു സിമ്പിളും കൂടി ഉണ്ടാവും കേട്ടോ. നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാം. അപ്പോൾ ഇത് ഏത് എൻക്രിപ്ഷൻ ആയിരിക്കും ലാസ്റ്റ് ഈക്വൽസ് വരുമ്പോൾ? നമുക്ക് ബേസ് ആണോ നോക്കാം. അപ്പോൾ ഫ്രം ബേസ് അല്ല. ഓക്കെ, അപ്പോൾ ഫ്രം ബേസ് 32 ആണോ? നമുക്ക് അടുത്തത് നോക്കാം. ഏതെടുക്കണ്ടേ? അപ്പോൾ ബേസ് 64 എടുത്തോക്കാം നമുക്ക്. യെസ്, ഇവിടെ എന്തോ ചേഞ്ചസ് തോന്നുന്നു. മോഴ്സ് കോഡിലോട്ട് അങ്ങോട്ട് മാറിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ എന്ത് ചെയ്യുക, ഇവിടെ മോഴ്സ് ഒന്നും കൂടി സെർച്ച് ചെയ്യാം. അപ്പോൾ ഇത് ഡ്രാഗ് ചെയ്തിട്ട് താഴെ കൊണ്ടിടാം. അപ്പോൾ ഇത് ഏതിലോട്ട് മാറിയേ? ബൈനറിയിലോട്ട്. അപ്പോൾ എന്ത് ചെയ്യുക, ബൈനറിന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ ഫ്രം ബൈനറി അതെന്ത് ചെയ്യുക, മോഴ്സ് കോഡിന് താഴെ കൊണ്ടിടാം. കിട്ടില്ലേ? ഓക്കെ, ഇപ്പോൾ ഇത് ചിലപ്പോൾ റോട്ടായിരിക്കും. റോട്ട് എടുത്തോക്കാം നമുക്ക്. റോട്ട് 13 നോക്കട്ടെ ഒന്ന്. ബൈനറി മുകളിലേക്ക് ഇട്ടിട്ട് 13 എടുക്കാം. 13 അല്ല, 47 എടുത്തോക്കാം. യെസ്, ഇപ്പം ഇതെന്തായി? ഡെസിമലിലോട്ട് മാറിയിട്ടുണ്ട്. ഡെസിമൽ, ഇനി ഫ്രം ഡെസിമൽ കൊണ്ടിടാം. യെസ്, ലെറ്റ്സ് മേക്ക് ദിസ് ബിറ്റ് ട്രിക്കിയർ. ഓക്കെ, ഇതിൽ കണ്ടോ, ഇതിൽ മൾട്ടിപ്പിൾ എൻക്രിപ്ഷൻ ആണ് യൂസ് ചെയ്ത് നോക്കുന്നവർ. ആദ്യം ബേസ് ചെയ്തു. എന്തൊക്കെയാണ് ആദ്യം ചെയ്തേക്കുന്നത്? ആദ്യം ബേസിലോട്ട് മാറ്റി, പിന്നെ മോഴ്സ് കോഡിലോട്ട് മാറ്റി. അല്ലല്ല, ഏറ്റവും ആദ്യം ഡെസിമലിലോട്ടാണ് അവർ മാറ്റിയത്. അത് കഴിഞ്ഞിട്ട് റോട്ട് 47 യൂസ് ചെയ്തു, പിന്നെ ബൈനറി യൂസ് ചെയ്തു, പിന്നെ മോഴ്സ് കോഡ് യൂസ് ചെയ്തു, പിന്നെ ഏറ്റവും ലാസ്റ്റ് ആണ് എന്ത്, ബേസ് 64ലോട്ട് മാറ്റുന്നത്. അപ്പോൾ മൾട്ടിപ്പിൾ എൻക്രിപ്ഷൻ അവിടെ നടത്തുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടി ഇത് സെക്യൂർഡ് ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കണം. അപ്പോൾ ക്രിപ്റ്റോഗ്രഫി എന്ന് പറഞ്ഞത് ഇതാണ്. ഇതിപ്പോൾ നമ്മൾ എൻക്രിപ്ഷൻ ആണ് നോക്കിയത്. ഇപ്പോൾ നിങ്ങൾക്ക് ഡീക്രിപ്റ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാം? ഞാനിപ്പോൾ ഇവിടെ സൈബർ ഗോഡസ് എന്ന് കൊടുക്കണം കേട്ടോ. സോറി, നമ്മളിപ്പോൾ നോക്കിയത് ഡീക്രിപ്ഷൻ ആണ് നോക്കിയത്. ഇനി നിങ്ങൾക്ക് എൻക്രിപ്റ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? നിങ്ങളുടെ ടെക്സ്റ്റ് ഇവിടെ കൊടുക്കുക, 2 ഡെസിമൽ എന്ന് കൊടുത്താൽ മതി. അപ്പോൾ ഇത് ഡെസിമലിലോട്ട് മാറി. ഇനി ഇപ്പോൾ ഞാൻ വേണമെങ്കിൽ ബൈനറി എടുക്കണം, 2 ബൈനറി. അപ്പോൾ ഇത് ബൈനറിയിലോട്ട് മാറി. ഇനിയിപ്പോൾ എന്താ വേണ്ട? ബേസ് എടുക്കാം. അപ്പോൾ 2 ബേസും കൂടി ഞാൻ ഇട്ട് കൊടുക്കണം. 2 ബേസിലോട്ട് മാറുന്നില്ല. 2 ബേസ് 32 ഇട്ട് കൊടുക്കും. അപ്പോൾ ഇത് ബേസ് 32ലോട്ട് മാറി. ക്ലിയർ അല്ലേ? അപ്പോൾ ഈ പ്ലെയിൻ ടെക്സ്റ്റിനെ എൻക്രിപ്റ്റഡ് ഫോർമാറ്റിലോട്ട് മാറ്റുന്നതിന് എൻക്രിപ്ഷൻ എന്നും, ഈ എൻകോഡഡ് ടെക്സ്റ്റിനെ പ്ലെയിൻ ഫോർമാറ്റിലോട്ട് മാറ്റുന്നതിന് ഡീക്രിപ്ഷൻ എന്നുമാണ് പറയുന്നുണ്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു എക്സാമ്പിളിൽ നിങ്ങൾക്ക് ചെയ്യേണ്ടത് ഡീക്രിപ്ഷൻ ആയിരിക്കും ചെയ്യേണ്ടി വരുന്നുണ്ടായിരിക്കാം. അപ്പോൾ ഈ ലാബുകൾ ഫസ്റ്റത്തെ ടാസ്ക് 1 മാത്രം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നോക്കാം. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഈ ഒരു ടാസ്ക് 2ഉം 3ഉം അതേപോലെ തന്നെ 4ഉം, ഈ 3 കാര്യങ്ങളും കൂടി നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. സ്റ്റെഗ്നോഗ്രാഫി എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റാണ് വരുന്നുണ്ടായിരിക്കുക. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കിയാൽ മതി. ഓക്കെ, പക്ഷെ എല്ലാം കൂടി ഒരുമിച്ച് ചെയ്യേണ്ട. നിങ്ങൾ ഇപ്പം എന്താ, ഓരോന്നായിട്ട് പതിയെ പഠിച്ചു പോയാൽ മതി. എല്ലാം കൂടി ചെയ്യുമ്പോൾ നമുക്ക് എല്ലാം അറിയാം, എനിക്ക് തന്നെ ചെയ്യാൻ പറ്റും എന്ന് വിചാരിക്കരുത് ഒരിക്കലും. കാരണം ഈ ക്രിപ്റ്റോഗ്രാഫി തന്നെ ഒരുപാട് പഠിക്കേണ്ടതായിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ടാസ്ക് 1 കംപ്ലീറ്റ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളിപ്പം ഗൂഗിളിൽ നോക്കുക, അതേപോലെ യൂട്യൂബിൽ നോക്കുക. ക്രിപ്റ്റോഗ്രാഫീനെ കുറിച്ചിട്ട് കുറച്ചും കൂടി ഡീപ്പായിട്ട് പഠിക്കാനായിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ യൂട്യൂബിൽ ക്രിപ്റ്റോഗ്രാഫി എന്താണ് ക്രിപ്റ്റോഗ്രാഫി, അതിൻ്റെ നോട്ട്സും കാര്യങ്ങളൊക്കെ. ക്രിപ്റ്റോഗ്രാഫിയുടെ തന്നെ ഒരു 81 വീഡിയോസ് ഉണ്ടെന്ന് തോന്നുന്നു അതിൽ. ക്രിപ്റ്റോഗ്രാഫി ആൻഡ് നെറ്റ്വർക്ക് സെക്യൂരിറ്റി, അതൊന്ന് ഇൻഡെപ്ത് ആയിട്ട് പഠിക്കാനായിട്ട് നോക്കാം. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കണം. സോ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയാണുള്ളത്. നമ്മൾ ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ സ്റ്റെഗ്നോഗ്രാഫിയും കൂടി നോക്കുന്നുണ്ടായിരിക്കും. അതും കൂടി കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് അടുത്ത ലാബുകളിലോട്ടും കാര്യങ്ങളിലോട്ടും കയറാം. ഓക്കെ ഫൈൻ. ദെൻ ഞാൻ വേറൊരു കാര്യം കൂടി പറയണമെന്നുണ്ടായിരുന്നു, പക്ഷെ ആ കാര്യം കൂടി വിട്ടുപോയി. ഓക്കെ ഫൈൻ, കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക മാക്സിമം. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് നോക്കുക. ഓക്കെ, ഈ ചാനൽ മാത്രമല്ല, നമ്മുടെ ഇവിടെ ഒരു ചാനലും കൂടി ഉണ്ട്. ഈ ഒരു ചാനലിൽ നമ്മൾ
പ്രോഗ്രാമിംഗ് ലാംഗ്വേജസും സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് പൈത്തൺ ജാവ ഫ്ലട്ടർ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് കംപ്ലീറ്റ് കോഴ്സ് അതിലുണ്ടാവും കേട്ടോ. നമുക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ പ്ലേലിസ്റ്റിൽ പോയാൽ മതി. കണ്ടോ കംപ്ലീറ്റ് സോഫ്റ്റ്വെയർ ടെസ്റ്റിങ്ങിൻ്റെ മാനുവൽ ആൻഡ് ഓട്ടോമേഷൻ്റെ കംപ്ലീറ്റ് കോഴ്സസ് മലയാളത്തിലായിരിക്കും അതിലുണ്ടായിരിക്കാം. ഓക്കെ, പിന്നെ ഇവിടെ പൈത്തൻ്റെ ഉണ്ട്, അതേപോലെ തന്നെ ജാവ ഉണ്ട്. ജാവ ഇറ്റ്സ് ഫോർ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗിൽ ഓട്ടോമേഷൻ സൈഡിൽ വരുമ്പോൾ ജാവ വേണ്ടി വരും, അതിന് വേണ്ടിയിട്ടാണ്. സിക്വൽ എസ്ക്യൂൽ ഉണ്ട്, അതും അത് ഓട്ടോമേഷൻ അല്ല സോഫ്റ്റ്വെയർ ടെസ്റ്റിങ്ങിനൊക്കെ വേണ്ടിയിട്ടുള്ളതാണ്. പോസ്റ്റ്മാൻ ജിറ ജെമീറ്റർ അങ്ങനെ എല്ലാ ടൂൾസും കാര്യങ്ങളും അതിൽ കവർ ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും IT ഫീൽഡിലോട്ട് ജോബ് നോക്കുന്നുണ്ടെങ്കിൽ അവർക്ക് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് പഠിക്കണം, ഇപ്പോൾ ഒരു കമ്പനിയിൽ പോയിട്ട് ഫീസ് കൊടുത്ത് പേയ്മെൻറ്റ് കൊടുത്ത് പഠിക്കാനുള്ള ഇതില്ല എങ്കിൽ മാക്സിമം ഈ ഒരു ചാനൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. കാരണം ഇതിൽ A to Z സോഫ്റ്റ്വെയർ ടെസ്റ്റിങ്ങിന് കംപ്ലീറ്റ് കാര്യങ്ങളും അതിലുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ആർക്കെങ്കിലും അങ്ങനെ പഠിക്കണം എന്നുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക, സപ്പോർട്ട് ചെയ്യുക. So that's all for this video. Thank you. Have a nice day.